ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിന്നൊരു പുതിയ എക്സസൈസ് ചെയ്യാണ്, ഒരു പുതിയ വീഡിയോ ചെയ്യാണ്. പിന്നെ എൻ്റെ ചാനൽ കാണുന്ന ആളുകൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മൾ ചെയ്യുന്നത് ചെറിയ ചെറിയ ടിപ്സുകൾ. BP കൂടും, ഷുഗർ കൂടും, അങ്ങനെയുള്ള ചില ജീവിതശൈലി രോഗങ്ങളാണല്ലോ ഇന്ന് ഏറ്റവും പ്രധാനം. പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ മൂലമാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരാൾക്കൊരു BP കൂടുക, അല്ലെ ഷുഗർ കൂടുക, ആ ഒരു സംഭവം നമ്മൾ സർവ്വസാധാരണമാണ്. അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വീടുകളിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെ വീട്ടിൽ ആരെങ്കിലും വിരുന്ന് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളെ മക്കൾ വരുന്ന സമയത്ത്, അപ്പം ആ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ മധുര പലഹാരങ്ങൾ ചിലപ്പോൾ അവർ കൊണ്ടുപോയിട്ടായിരിക്കും, അല്ലെ നമ്മൾ മേടിച്ചിട്ടായിരിക്കും. പിന്നെ ഇപ്പം മധുരമുള്ള നന്നായിട്ട് പഴുത്ത മാങ്ങ, ഈ മാങ്ങയൊക്കെ നന്നായിട്ട് കഴിക്കുന്ന സമയത്തൊക്കെ ഷുഗർ നന്നായിട്ട് കൂടും. ഞാൻ പഴയതോ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഷുഗർ കൂടാൻ ഏറ്റവും പ്രധാനമുള്ളത് മാങ്ങയാണ്, പഴുത്ത മാങ്ങ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെ പിന്നെ നമ്മൾ ലഡു തിന്നും, അങ്ങനെ പല സംഭവങ്ങളും മധുരമുള്ള കപ്പ കഴിക്കൂ, അങ്ങനെ ഓരോരോ സംഭവങ്ങളും അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന സമയത്ത് ഷുഗർ കൂടും. പിന്നെ BP കൂടാൻ സാധ്യതയുണ്ട്. പപ്പടം അല്ലെ പിന്നെന്താ അച്ചാറ് അങ്ങനെയുള്ള സാധനം. പിന്നെ ടെൻഷൻ വരുന്ന സമയത്ത്, ആ സമയത്ത് BP കൂടുന്ന ആൾക്കാർ, പിന്നെ BP കുറയുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു BP ഷുഗറൊക്കെ കൂടുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അത് കുറയാനൊരു എന്തെങ്കിലും ഇത് വേണമല്ലോ. മെഡിസിൻ എടുക്കും, അതിന്റെ കൂടെ നമ്മൾ യോഗയും കൂടി ചെയ്യലുണ്ടല്ലോ. സാധാരണ യോഗ ചെയ്യുന്നുണ്ട് എല്ലാവരും, അല്ലെ? മിക്ക ആളുകളും ഇപ്പൊ യോഗയിൽ എന്തായാലും ചെയ്യുന്ന ആളുകളാണ് മിക്ക ആളുകളും. അതുകൊണ്ട് ആ കൂട്ടത്തിൽ നമുക്കൊരു ചെറിയ പെട്ടെന്ന് കുറയാനുള്ള ടിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ആദ്യം നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ കൈയിന്റെ ഞരമ്പുകളൊക്കെ നന്നായിട്ടൊന്ന് ബലപ്പെടാൻ വേണ്ടിയിട്ട് ആദ്യം കൈ ക്ലാപ്പ് ചെയ്യാം കുറേ പ്രാവശ്യം. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. കുറേ പ്രാവശ്യം ചെയ്യാം. അപ്പൊ ഇതിന്റെ കൈയിന്റെ ഞരമ്പുകളും നന്നായിട്ട് ഞരമ്പുകളിലൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ പ്രവർത്തിച്ച് ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യണം. അപ്പൊ എക്സസൈസുകൾ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം, മറ്റ് വർക്കുകൾ അതിന് പുറമെ. അപ്പൊ നമ്മൾ വേറെ കൈയിന്റെ ഞരമ്പുകളൊക്കെ നന്നായിട്ട് പ്രവർത്തിച്ച് നല്ല ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ശരീരത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വേറൊരു എക്സസൈസും കൂടെ. ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് സ്പീഡ് ചെയ്യുക. കണ്ടില്ലേ? ഇങ്ങനെ സ്പീഡ് ചെയ്യുക. ഇങ്ങനെ മേലോട്ട് വെക്കുക, സ്പീഡ് ചെയ്യുക, ഇങ്ങോട്ട് വെക്കുക, സ്പീഡ് ചെയ്യുക. ഇത് ഏറ്റവും നല്ലൊരു എക്സസൈസ് ആണ്. രാവിലെ എണീറ്റിട്ട് മറ്റ് യോഗകൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു കുറച്ച് എക്സസൈസും കൂടി ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ശരീരത്തിൽ ഞരമ്പുകളുടെ നന്നായിട്ട് പ്രവർത്തനം നടക്കുക, ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുക, അതിന് ഏറ്റവും നല്ലതാണ്. റെഡി? 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. അങ്ങനെ കുറേ സമയം ചെയ്യുമ്പോൾ നമ്മളെ കൈക്കൊക്കെ അത് ചെയ്ത് നോക്കുങ്ങളും ശ്രദ്ധിച്ചു നോക്കി ചെയ്ത് കഴിഞ്ഞാൽ കൈക്കൊക്കെ ഭയങ്കര ഞരമ്പുകളൊക്കെ എന്തോ ഒരു വേദന പോലെ തോന്നും ഇവിടെ. നമ്മുടെ ശരീരത്തിൽ മൊത്തം അതിന്റെ എഫക്റ്റ് ഉണ്ടാവും എന്തായാലും. അപ്പൊ അങ്ങനെ കുറെ ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞ
BP കുറയുന്നത്. BP കുറയുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? BP കുറയുന്ന സമയത്ത് നമ്മുടെ രണ്ട് കൈകൾ എടുത്തിട്ട് ഈ കയ്യിലെ വലത് കൈയിലെ ചെറുവിരലും മോതിര വിരലും കൂടെ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. അതെങ്ങനെ കൂട്ടിപ്പിടിക്കുക. അപ്പൊ ഇതൊക്കെ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇത് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ 3 വിരലും ഒഴിഞ്ഞു കിടക്കുക. എന്നിട്ട് ഇത് BP ലോ ആകുന്ന സമയത്ത് ചെയ്യേണ്ടതാണ്. എന്നിട്ട് ഇടത് കൈയിലെ പെരുവിരലും നടുവിരലിലെ വലത് കൈയിലെ നടുവിരലും കൂടെ ഈ 2 മർമ്മസ്ഥാനങ്ങളില്ലേ, ഈ സ്ഥാനങ്ങളിൽ ഇങ്ങനെ പ്രസ് ചെയ്തിരിക്കുക. ഇങ്ങനെ കുറേ ടൈം, ഏകദേശം 1 മണിക്കൂർ വരെ തന്നെയെങ്കിലും BP ലോ ആകുന്ന ആളുകൾ പിന്നെ 1 മണിക്കൂർ സമയം തന്നെയെങ്കിലും ഇങ്ങനെ ദിവസവും ഇങ്ങനെ പിടിച്ചിരിക്കുക. അപ്പൊ ഒരു BP ഒരു നോർമലിലെത്താൻ സാധിക്കും. അപ്പൊ എല്ലാവരും അങ്ങനെ കുറയുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മൾ കുറച്ച് ടൈം ഇങ്ങനെ വെച്ച് നോക്കാം. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. അപ്പൊ നിങ്ങൾ എണ്ണൊന്നും വേണ്ട. ഞാൻ പിന്നെ നമുക്കൊരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ എണ്ണുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് ടൈം അങ്ങനെ പിടിച്ചു നിൽക്കുക. പിന്നെ അടുത്തത് BP കൂടുന്ന സമയത്ത് BP പലർക്കും കൂടും, അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ മെഡിസിൻ എടുക്കും. ഇതൊന്നും മെഡിസിൻ എടുക്കാണ്ട് ചെയ്യേണ്ട പണിയല്ല. മെഡിസിൻ വേണം, യോഗ ചെയ്യണം, ഭക്ഷണത്തിൽ നിയന്ത്രിക്കണം, എല്ലാം വേണം. അല്ലാണ്ട് ഇത് മാത്രം ചെയ്തുകൊണ്ട് ഒരിക്കലും സംഭവം വിജയിക്കില്ല. അപ്പം പിന്നെ അടുത്തത് നമ്മൾ BP കൂടുന്ന സമയത്ത് ഈ 2 കൈകളും ഇങ്ങനെ കോർത്ത് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കി പിടിക്കുക. എന്നിട്ട് വലത് കൈയിലെ ചൂണ്ടുവിരല്, ബാക്കിയൊക്കെ ഞാൻ മടക്കി വെച്ചതാണ്. വലത് കൈയിലെ ചൂണ്ടുവിരല് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇടത് കൈയിലെ പെരുവിരല് ഉണ്ടല്ലോ, അത് ഇവിടെ ഒരു മർമ്മസ്ഥാനമുണ്ട്, ഈ മർമ്മസ്ഥാനത്ത് പിടിക്കുക. എന്നിട്ട് വലത് കൈയിലെ പെരുവിരലില്ലേ, അത് ഈ വിരലിന്റെ ഇവിടെ ഇടത് വിരലിന്റെ പെരുവിരലിലെ ഈ മർമ്മസ്ഥാനത്തും പിടിക്കുക. ഇങ്ങനെ നന്നായിട്ട് മുറുക്കി പിടിക്കുക. അങ്ങനെ മുറുക്കി കുറേ ടൈം, അതായത് 1 മണിക്കൂറൊക്കെ ഇരിക്കണം. എന്നെങ്കിലേ ഇതിനൊക്കെ ഒരു ഗുണമുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് ഒരിത്തിരി നേരം പിടിച്ചു നിന്നതിനെ കൊണ്ട് എനിക്ക് BP കുറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ കൂടിയില്ലല്ലോ, അങ്ങനെ പറയണ്ട. അതുകൊണ്ട് കുറേ ടൈം ചെയ്യണം. അത് ഒരു ദിവസം 1 നേരം ചെയ്താൽ മതിയോ? പോരാ, ദിവസവും ചെയ്യണം. കുറേ ആളുകൾ ദിവസവും ഇത് ചെയ്യുക. ഞാൻ ആദ്യം ചെയ്യുക. BP കൂടുന്ന ആളുകൾ ദിവസവും ടൈം എപ്പോഴാണോ അതിനനുസരിച്ച് ഇങ്ങനെ കുറേ നേരം ടൈം പിടിച്ചു വെക്കുക. സംഭവം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കാം. ഇത് കുറെ അറിയുന്ന ആളുകളുണ്ട്, അറിയാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് കണ്ട ആളുകൾ ചിലപ്പോൾ 1000 ആള് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ 999 പേർക്കും ചിലപ്പോൾ അറിയുന്നതായിരിക്കും. പക്ഷെ അതിൽ ഒരാളില്ലേ, ആ ഒരാൾക്ക് ചിലപ്പോൾ അറിയില്ലെങ്കിലോ. അപ്പൊ ഞാൻ ഈ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞു തരുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ നേരം ടൈം പിടിച്ചു നിൽക്കുക, ദിവസവും ചെയ്യുക. അപ്പൊ 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. ഞാൻ കുറച്ച് ടൈം അങ്ങനെ ഒന്ന് വെച്ചതാണ്. ഇനി നമുക്ക് ഷുഗർ കൂടുന്നൊരവസ്ഥയല്ലേ, ഷുഗർ കുറയുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ച് മധുരം ഉപയോഗിക്കുക, അങ്ങനെയാണല്ലോ ചെയ്യുക. അപ്പം കൂടുന്ന സമയത്താണല്ലോ നമുക്ക് ഇത് പ്രശ്നം വരുന്നത്. അപ്പം കൂടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു എക്സസൈസ് ഉണ്ട്. ഒരു സ്റ്റൂൾ ഇട്ടിരിക്കുക. എന്നിട്ട് ഇരുന്നിട്ട് നമ്മൾ ഈ വാരിയെല്ലില്ലേ, ഈ വാരിയെല്ലിന്റെ നേരെ താഴെയും പൊക്കിളിന്റെ ഈ സൈഡിലും ഇങ്ങനെ പിടിച്ചിട്ട്, ഈ കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട്, ഞാനീ പറഞ്ഞ ഇതിന്റെ താഴെ നേരെ ഈ പൊക്കിളിന്റെ നേരെ ഈ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട്, ഇവിടെ പാൻക്രിയാസ് എന്ന് പറഞ്ഞൊരു അവയവം കിടക്കുന്നുണ്ട്, അതിന് നല്ല മസാജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വയറൊട്ടിച്ച് പിടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുനിയുന്ന സമയത്ത് അവിടെ നല്ല ജാം ആയിരിക്കണം. 1 2 3 4 5 6 7 8 9 10. ഇനൊന്നും കൂടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് 1
2 3 4 5 6 7 8 9 10. ഇനി വീണ്ടും ഒന്നും കൂടെ പിടിച്ചിട്ട് ഈ സ്ഥലം തെറ്റാൻ പാടില്ല. ഈ സ്ഥലത്ത് പിടിച്ചിട്ട് നല്ലോണം ഉള്ളോട്ട് വയറൊട്ടിച്ച് പിടിക്കുക. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10. ഇങ്ങനെ കുറെ ടിപ്സുകളുണ്ട്. എന്താ വേണ്ടത്? ഇങ്ങനെയുള്ള കുറെ ടിപ്സുകളുണ്ട്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ പെട്ടെന്ന് കുറച്ചെടുക്കാനും കൂടിയത് കുറച്ചെടുക്കാൻ, കുറഞ്ഞത് നോർമലിലെത്തിക്കാനും ഇത്തരം ടിപ്സുകൾ ചെയ്തു നോക്കുക. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കാണുക, എല്ലാവരും ഷെയർ ചെയ്യുക, എന്നോട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.